മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ അവസാനിച്ചു എന്ന് കരുതിയ സർക്കാർ ഗവർണർ പോരാട്ടം പക്ഷെ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിലൂടെ ഭാരതാംബയെ ചൊല്ലിയാണ് പുതിയ വിവാദം. ആരുടേതാണ് ഭാരതാംബ? RSSന്റെ ഭാരതാംബയോട് കുമ്പിട്ട് നിൽക്കാൻ, അതിൽ പൂവിട്ട് പൂജിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പ്രസാദിനെ പോലുള്ള മന്ത്രിമാർ പറയുന്നു. വിവാദം ഇപ്പോൾ കനക്കുകയാണ്. CPI ഇപ്പം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിനി തുടരും എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആരായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അദ്ദേഹം കൃത്യമായി RSS, ഇപ്പം ഇതിനു മുമ്പുള്ള ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം 6-7 പാർട്ടികൾ മാറി ഇടക്കാലത്ത് വീണ്ടും BJPയുമായി സമരസപ്പെട്ട ഒരാളാണ്. മനസ്സിലായി? ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് കുറച്ചുകൂടി കൃത്യമായ നിലപാടുകളൊക്കെ ഉള്ള ഒരാളാണ്. ഷാബാനുബീഗം കേസിലൊക്കെ തന്നെ ഞാൻ പറയുന്നത് അത് മറികടക്കാനുള്ള നിയമം പാസ്സാക്കിയപ്പോൾ അതിനെതിരെ ശബ്ദിച്ചിറങ്ങി പോന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോലും കൃത്യമായ ഒരു ആദർശശുദ്ധിയോടുള്ള നിലപാടുകൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൽ നിന്ന് ഈ നിഷ്കളങ്കരായ ഭരണകൂടം പ്രതീക്ഷിക്കരുത്. പക്ഷെ ഇപ്പൊ ഭയങ്കര സ്നേഹമാണ് എന്ന് മാത്രമല്ല, താങ്കൾ ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം പോലും ബിനോയ് വിശ്വം പറഞ്ഞേക്കണത് അങ്ങനെ രാഷ്ട്രീയം ഗവർണർ രാജ്ഭവനിൽ കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെയാണ്. എന്ത് ബോധ്യമാണ് ഇയാൾക്കൊക്കെ ഉള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. മനസ്സിലായോ ബിനോയ് വിശ്വത്തിനൊക്കെ? പിന്നെ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞത് ഭാരതാംബ എന്ന് പറയുന്ന അവിടെ ഈ പറയുന്ന പ്രശ്നവാദ്യം പറയാം. പ്രശ്നം ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി അതും രാജ്ഭവനിൽ വെച്ച് നടത്താനായിട്ട് കൃഷിമന്ത്രി തീരുമാനിക്കുന്നു, കൃഷി വകുപ്പും തീരുമാനിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇത് ഏറ്റെടുക്കുന്നു. ഗവർണർ അങ്ങനെ ഏറ്റെടുത്തതിന് ശേഷം തലേദിവസം രാത്രി ഒരു കാര്യം അയക്കുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു ഭാരതാംബയുടെ പടത്തിലേക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ ചടങ്ങ് തുടങ്ങണം, പ്രാർത്ഥനയ്ക്ക് പകരം എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രസാദ് അപ്പം തന്നെ തിരിച്ചറിയുകയും മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും അത് വേണ്ട എന്ന് വെക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതിൻ്റെ അപകടം എവിടെയാണെന്നറിയാമോ? ഇതിൻ്റെ അപകടം ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സിമ്പൽ, അതിനെ പുഷ്പാർച്ചന നടത്താൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് പുറത്തേക്ക് വിടാൻ കാത്തിരിക്കുകയാണ് രാജേന്ദ്ര വിശ്വനാഥും ആർലേക്കറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനവർ വിജയിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇതുകൊണ്ടുണ്ടാകാം യഥാർത്ഥത്തിൽ വിജയിച്ചത് RSS ആണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ അറിയേണ്ടത് ഈ ഭാരതാംബയുടെ ഫോട്ടോ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ 1825 അത് നാടകത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ പറയുന്ന പോലെ അമരേന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ഒരാൾ ചിത്രം വരയ്ക്കുന്നു. പിന്നെ രാജാ രവിവർമ്മ വരച്ചിട്ടുണ്ട്. പിന്നെ ML ശർമ്മ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരും വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ രാജേന്ദ്ര രവിവർമ്മ വരച്ചതും ML ശർമ്മ വരച്ചതൊന്നും ഇവരുടെ പടങ്ങളല്ല. പിന്നെ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭഗവത് ധ്വജവും കാവിക്കൊടിയുമായിട്ടൊക്കെ നിൽക്കുന്ന സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു ദേവതയാണ് ഭാരതാംബയായിട്ട് സൂചിപ്പിക്കുന്നത്. ആദ്യകാലത്ത് ഈ ഭാരതാംബ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാലത്ത് അങ്ങ് പറഞ്ഞ പോലെ അദ്ദേഹം വരച്ചപ്പോഴും ഭാരതാംബയുടെ കളറ് കാവി തന്നെയായിരുന്നു. അല്ല, ആയിക്കോട്ടെ. പക്ഷെ ആദ്യത്തെ കാലത്ത് ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ആദ്യത്തെ കാലത്ത് കത്തി ഉണ്ടായിരുന്നു, ഇന്നും കത്തിയുണ്ട്. നിങ്ങൾ തന്നെ കത്തി കുത്തിയിട്ട് അത് ആപ്പിൾ മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, മഹത്തായ സാധനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അറിയേണ്ടത് ഭാരതാംബ എന്ന് പറയുന്ന ഒരു സാധനം അന്ന് യഥാർത്ഥത്തിൽ ചിഹ്നഭിന്നമായി കിടന്ന നാട്ടുരാജ്യങ്ങളടക്കം എല്ലാവരെയും ഒരുമിപ്പിച്ച് ഭാരതം എന്ന് പറയുന്ന ഒരു ഫീലിന് വേണ്ടി അവർ കൃത്യമായി നറേറ്റ് ചെയ്യപ്പെട്ട, കൃത്യമായി രചിക്കപ്പെട്ട ഒരു സാധനമാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൃത്യമായി ഈ പറയുന്ന പോലെ ഉപയോഗിക്കപ്പെട്ടു. പക്ഷെ ഇപ്പോ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും RSSും ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള പോലെ ഒരു തീവ്ര ദേശീയത വളർത്തുന്നതിനും ഭാരതത്തിൽ അങ്ങനെ പുഷ്പങ്ങളിട്ട് നമ്മൾ ആദരിച്ചുകൊണ്ട് മാത്രം ചടങ്ങ് തുടങ്ങണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്താണ് ഇതുമായി കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ജനഗണമന തിയേറ്ററുകളിൽ വെക്കാൻ ആലോചിക്കുകയും എഴുന്നേറ്റേക്കാൻ പറഞ്ഞതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ ആലോചിക്കാൻ. ഇതിനൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇതിൽ CPMും കോൺഗ്രസും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. ഇവരുടെ ഒരു ലാർജ് പ്രൊജക്റ്റാണ്. ആ ലാർജ് പ്രൊജക്റ്റിലെ ഒരു കാര്യം മാത്രമായിട്ട് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്യും? രാജ്യവിരുദ്ധനായി തീരും. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ചെയ്ത മണ്ടത്തരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെളിവോടെ എത്ര ഫ്ലൈറ്റ് പോയി, എത്ര ആക്രമണം നടത്തി എന്നൊക്കെ ചോദിക്കുന്ന അബദ്ധമാണ്. കാരണം ഇതിനു മുമ്പ് മറ്റേ ബാലാക്കോട്ട് അറ്റാക്കിലും ഒക്കെ തന്നെ സൈന്യത്തിനെതിരെ എന്ന് ഇവർക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്ന പ്രതികരണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ വളരെ ഗ്രാൻഡ് ഡിസൈൻ ഉള്ള ഒരു പ്രൊജക്ട് ഇതിനെ നേരിടാൻ വേണ്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണം. നിങ്ങൾ ഇപ്പൊ ഗൗതം എന്നെ വിളിച്ചിട്ട് ഇത് ഭാരതാംബയാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ തന്നെ കാവി നിറങ്ങളും അതുപോലെ ഭഗവത് ധ്വജവും ഈ പറഞ്ഞ പോലെ സിംഹത്തിന്റെ പുറത്തിരിക്കുന്നതും അഖണ്ഡ ഭാരതവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ മനോഹരമായ ആളുകൾക്ക് അപ്പീൽ ചെയ്യാവുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് വരക്കാൻ കഴിയുകയും നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യും വേണം? നിലനിൽക്കും വേണം. അല്ലെങ്കിൽ
ഇങ്ങനെയുള്ള ആരാധനകളൊന്നും ആവശ്യമില്ല എന്ന് കൃത്യമായി പൊതുജനത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വേണം. അത്തരത്തിൽ സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് ഇടപെടുന്നതിൽ നിന്ന് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ, അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഭാരതാംബയെ പൂജിക്കപ്പെടുക തന്നെയാണ് വേണ്ടത്, പക്ഷേ ആ ചിത്രം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് പ്രശ്നം എന്നാണോ? അതാണോ ഞാൻ വളരെ ലളിതമായി RSS മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതാണ് പ്രശ്നം എന്നല്ലേ അങ്ങ് പറയുന്നത്? ലോകത്തെവിടെയും ഈ പറയുന്ന ഞാനിപ്പോ വേണമെങ്കിൽ 50 ഉദാഹരണം പറഞ്ഞുതരാം. ലോകത്തെവിടെയും ഈ പറയുന്ന നമ്മുടെ രാജ്യം ഭയങ്കര മഹത്തരമാണ് എന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ ആളുകൾ ഒന്നിപ്പിച്ച് അധികാരം നേടാനുള്ള തന്ത്രം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ തുർക്കിയിലേക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് സഹായം കൊടുത്തത് പ്രശ്നമാവുകയും ഇന്ത്യൻ ഗവൺമെന്റ് അതിനേക്കാൾ വലിയ സഹായം കൊടുത്തത് പ്രശ്നമാകാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടായപ്പോൾ എന്ന് ചോദിച്ചാൽ ഇതൊരു നരേറ്റീവാണ്. ആ നരേറ്റീവ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ അതിനെതിരെ പറഞ്ഞാൽ നിങ്ങൾ രാജ്യത്തോട് സ്നേഹമില്ലാത്ത ഒരാളെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചിത്രീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ P. പ്രസാദൊക്കെ അറിയേണ്ട ഒരു കാര്യം, ഇത് ഭാരതാംബയെ പൂവിട്ട് പൂജിക്കണമെന്ന് പറയുമ്പോൾ അല്ല ഉയർത്തെഴുന്നേക്കേണ്ടത്. CPI എന്ന് പറഞ്ഞ പാർട്ടിക്കും CPM-നും ലെഫ്റ്റിനും ഒക്കെ തന്നെ ഇതിന് ബദലായിട്ടുള്ള ഒരു നരേറ്റീവ് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം, അതിന് കോൺഗ്രസിന് ഉഗ്രനായിട്ടുള്ള ഒരു ബദലുണ്ട്. എന്താണെന്നറിയോ? ഹിന്ദു ഐക്യം എന്ന് പറയുകയും അത്തരത്തിൽ ഹിന്ദുത്വ ഐഡിയോളജി മുന്നോട്ട് വെക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താ? ജാതി സെൻസസ് വേണമെന്നാണ്. 2029 വരാനിരിക്കുന്ന ജാതി സെൻസസും ആ ജാതികളിൽ എത്രത്തോളം പ്രാതിനിധ്യം ഇവിടെയുള്ള ഗവൺമെന്റ് സർവീസുകളിൽ ഉണ്ടെന്നുള്ള കണക്ക് പുറത്തേക്ക് വരുമ്പോൾ ഈ ഐക്യം എന്ത് ചെയ്യും? തകർന്ന് തരിപ്പണമാവും. കാരണം ഞാനും താങ്കളും കൂടി ഐക്യപ്പെടുന്നു, എന്നിട്ട് താങ്കളെല്ലാം അടിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് താങ്കളോട് ഐക്യം ഉണ്ടാവോ? ഇല്ല. നേരത്തെയും ഇതുണ്ടായിരുന്നു. ഏത് നിങ്ങൾ നമ്പൂതിരിയോ ബ്രാഹ്മണനോ ആണെങ്കിൽ നിങ്ങൾ എന്നെ വഴി നടക്കാൻ സമ്മതിക്കില്ല. അതേസമയം നിങ്ങൾ ക്രിസ്ത്യനോ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ ആരോടാണ് കൂടേണ്ടത്, ആരോടാണ് ഐക്യപ്പെടേണ്ടതെന്ന് ഈ പറയുന്ന സാധാരണ ജനം തിരിച്ചറിയാൻ പോകുന്ന കാലമാണ് വരാനിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം കോൺഗ്രസ് ഈ പറയുന്ന പോലെ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള സംവരണമടക്കം നിരവധി കാര്യങ്ങൾ എതിർക്കുമ്പോഴും കേരളത്തിലെയോ ജില്ലയിലെയോ കോൺഗ്രസ് നേതൃത്വം അതിനൊരു പ്രചാരണവും കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞേ, നിങ്ങൾ അതുകൊണ്ട് ഒരു ഭാരതാംബയല്ല എതിർക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു നാഷണലിസത്തിന്റെ എക്സ്ട്രീം നാഷണലിസം വളർത്താനുള്ള ടോട്ടൽ പ്രൊജക്ടിനെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു പദ്ധതി വേണം. അതാണ് എനിക്ക് P. പ്രസാദ്. ഈ നാഷണലിസം ഇല്ലാത്തത് കൊണ്ടാണോ എക്സ്ട്രീം നാഷണലിസം വരുന്നത്? അതായത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളക്കാർക്കിടയിൽ ഒരു ജനറൽ ആയിട്ടുള്ള ടോക്ക് മറ്റു രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് ദേശീയ സ്നേഹം വളരെ കുറവാണ്. ദേശീയ സ്നേഹം വളരെ കുറവാണ്, അതുകൊണ്ട് അല്പം ദേശീയത ഇവരിലേക്ക് കുത്തിക്കയറ്റേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്രയും കാര്യങ്ങൾ. ഇതൊക്കെ ഈ പറയുന്ന നരേറ്റീവിലും ഈ പറയുന്ന ഉണ്ടാക്കുന്ന ബോധത്തിലൊക്കെ നിങ്ങൾ പെട്ടുകൊണ്ടാണ്. ഞാൻ വളരെ ലളിതമായ ഒരു കാര്യം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് പരസ്പരമായി മനുഷ്യനെ സ്നേഹിക്കാനും ജീവജാലങ്ങളെയൊക്കെ സ്നേഹിക്കാനുമുള്ള കഴിവാണ്. അത് മതി. ഈ രാജ്യം ഞാൻ നിങ്ങളോട് ഞാനൊരു കാര്യം ചോട്ടെ, പാകിസ്ഥാനോ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളോ വന്നിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ മനുഷ്യ സ്നേഹം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ, അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അത് ശരിയാണ്. അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അത് ശരിയാണ്. ദേശീയ ഞാൻ ചോദിക്കട്ടെ, അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ നരേന്ദ്രമോദിയെ പോലും അഭിനന്ദിക്കുന്നത്. കാരണം ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെയോ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകളിലോ അറ്റാക്ക് നടത്താം. ഇന്ത്യ കൃത്യമായി 1 മണി 5 മിനിറ്റ്, അതായത് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് 1 മണി 5 മിനിറ്റ് മുതൽ 25 മിനിറ്റ് നേരം നീണ്ടുന്ന ഒരു ഓപ്പറേഷൻ എന്തുകൊണ്ട് നടത്തിയെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ മഹത്വമാണ്. കാരണം കഴിയുന്നത്ര ഈ പറഞ്ഞ പോലെ സിവിലിയൻസിന് അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കണം. പകരം അവരുടെ ടെറർ ക്യാമ്പുകൾ എന്ത് ചെയ്താൽ മതി, തകർത്താൽ മതിയെന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ്. അല്ലാതെ നമുക്ക് പറ്റുമെങ്കിൽ വേണമെങ്കിൽ 2-3 ബോംബിടാനൊന്നും ഇന്ത്യക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യയിലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പോലും അത് ചെയ്യില്ല. പക്ഷെ ആ ചെയ്യാത്തതിന്റെ മനസ്ഥിതി മതി എല്ലാവർക്കും. മനസ്സിലായി? അതിനും അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? പാകിസ്ഥാനെ അടിച്ച് തകർക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ഇടക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് നമ്മുടെ ജനതയെ ഒരു കാസ്റ്റിനും മതത്തിനും വംശങ്ങൾക്കും അപ്പുറം ഒരു ജനതയെ ഒന്നിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് ആയുധമുണ്ടെന്ന് ചോദിച്ചാൽ അത് ഒരൊറ്റ ആയുധമേ ഉള്ളൂ, അത് തീവ്ര ദേശീയതയാണ്. ആ തീവ്ര ദേശീയത കൊണ്ടാണ് യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ പല അധികാരങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത്, വലിയ രാഷ്ട്രീയക്കാരും അധികാരം പിടിച്ചടക്കിയിട്ടുള്ളത്. ആ ദേശീയത തന്നെയാണ് ഇപ്പൊ പാകിസ്ഥാനിൽ അസീം മുനീറിനടക്കം കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ അസീം മുനീറിനോട് ചോദ്യം ചോദിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ രാഷ്ട്രം ഇന്ത്യ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, മിസ്റ്റർ അസീം മുനീർ, നിങ്ങൾ എന്തിനാണ് ലഷ്കർ-ഇ-തോയ്ബക്കും ഭീകരർക്കും ആയുധങ്ങൾ കൊടുത്തുകൊണ്ട്
പാവപ്പെട്ട സാധാരണക്കാരായ 26 പേരെ കൊന്നുകളഞ്ഞത് നിങ്ങൾ ഭീരുവല്ലേ എന്ന് ചോദിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ, അവിടെയുള്ള സാധാരണ ജനത്തിനുണ്ടെങ്കിൽ പിന്നെ ആക്രമിക്കാൻ പാകിസ്ഥാൻ പറ്റില്ല. കാരണം എന്താ? അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഓർഡർ ഇടൂല. പകരം നമ്മളത് ചെയ്യണം. നരേന്ദ്രമോദിയോ ഇന്ത്യൻ ഗവൺമെന്റോ അകാരണമായി ഒരു 50 പേരെ പിടിച്ച് കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനത്തിന്റെ ഭാഗത്ത് രോഷമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഒരു രാഷ്ട്രീയക്കാരനും അത് ചെയ്യില്ല. കാരണം അവരെ അടുത്തവണ വോട്ട് കിട്ടണം, അധികാരത്തിൽ ഏറണം. അത് ചെയ്യില്ല ഗൗതം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സ്ട്രീം ദേശീയതയിലേക്ക്, തീവ്ര ദേശീയതയിലേക്കും അവനെ അടിച്ച് തകർക്കണമെന്ന് പറയുന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, പോകണ്ട. പകരം നമ്മുടെ രാജ്യത്തോട് നമുക്ക് എന്ത് ചെയ്യാം? സ്നേഹമാകാം. പക്ഷെ ആ സ്നേഹമാകുന്നതിനുമപ്പുറം തീവ്ര ദേശീയതയിലേക്ക് പോയാൽ നമ്മൾ ചെയ്യുന്ന എന്തൊരു മര്യാദകേടിനെയും നമ്മൾ എന്ത് ചെയ്യും? ന്യായീകരിക്കും. ഇപ്പൊ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അന്ധമായ നേതാക്കളോടുള്ള അടിമത്തമുണ്ട്. അതുകൊണ്ട് എന്താ, ഏതെങ്കിലും നേതാവിനെ കുറിച്ച് ആ നേതാവ് തെറ്റാണ് ചെയ്തതെന്ന് പറയോ? ബോറിസ് ജോൺസൺ എന്തുകൊണ്ടാണ് ഒരു കോവിഡിന്റെ ലോക്ക്ഡൌണിലെ നിയമങ്ങൾ ബോറിസ് ജോൺസൺ ലംഘിച്ചപ്പോ ബ്രിട്ടനിൽ ബോറിസ് ജോൺസൺ രാജിവെക്കേണ്ടി വന്നു? എന്താ കാര്യം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പ്രസ്ഥാനത്തിനകത്ത് നിന്ന്, ആ പാർട്ടിക്കകത്ത് നിന്ന് ബോറിസ് ജോൺസണെതിരെ എന്ത് ചെയ്തു? ചോദ്യം ചോദിക്കാൻ ആളുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്തു? രാജിവെച്ചു. ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യവും നമ്മുടെ രാഷ്ട്രീയവും ഒക്കെ നന്നാവണമെങ്കിൽ അന്തം ഒഴിവായിക്കൊണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ഈ പറയുന്ന പോലെ നേതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള എന്ത് വേണം? കഴിവ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് അങ്ങ് പറയുന്നത് ദേശീയത ആളുകളിൽ ഉണർത്തണം, പക്ഷേ ദേശീയത ഉണർത്തേണ്ടെന്നും ആവശ്യമില്ലെന്നേ. ഈ നാട്ടിലെ 99% ആളുകൾക്കും നമ്മുടെ രാഷ്ട്രത്തോട് സ്നേഹം ഉണ്ട്. ആ സ്നേഹം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് യുദ്ധം വരുമ്പോഴും ക്രിക്കറ്റ് കളി കാണുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവേശഭരിത ആകുന്നത്. അതുണ്ട്. പക്ഷെ അതിനെ തൊട്ടുണർത്തുകയും അതിനെ തീപിടിപ്പിക്കുകയും ചെയ്താൽ നേരത്തെ പറഞ്ഞൊരു യൂണിറ്റി ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ചില ആളുകൾ ഈ പണി എടുക്കുന്നത്. ഞാൻ നേരെ തിരിച്ചു വെച്ച ചോദ്യത്തിന് ഗൗതം ഇപ്പോഴും മറുപടി അറിഞ്ഞില്ല. പാകിസ്ഥാനിലെ ജനത ഒന്നടങ്കം പറയാണ്, നിങ്ങൾ ഈ പറയുന്ന പോലെ അസിം മുനീറും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ബിലാവൽ ഭൂട്ടോയൊക്കെ ഇരുന്ന് വാചകടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്തത് തെറ്റാണ്. നിങ്ങൾ 26 സാധാരണ മനുഷ്യനെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ട് ലഷ്കർ തോയ്ബയ്ക്കും ഇതുപോലെ മസൂദ് അസറിനൊക്കെ നിങ്ങൾ സഹായം ചെയ്യുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യവും അവിടെ രോഷവും ഉണ്ടായാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? 70% പേര് 50% പേരും അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായ രാഷ്ട്രത്തെ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. അത് തന്നെയാണ് കാര്യം. അത് ഓരോ രാജ്യത്തും അത്തരത്തിൽ കുറെ കൂടി മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ സുന്ദരമായിട്ട് എന്ത് ചെയ്യും? ഈ രാജ്യം, ഈ ലോകം നടക്കും. പിന്നെ രാജ്യം എന്നൊക്കെ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഭാഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ തന്നെ എത്രയോ ആളുകളാണ് ഗൗതം, 35 ലക്ഷത്തോളം ആളുകൾ, 38 ലക്ഷത്തോളം ആളുകൾ ഗൾഫ് നാടുകളിൽ താമസിക്കുന്നു. കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് 2.5% വരുന്ന പോപ്പുലേഷൻ സിഖുകാരാണ്. എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ ഒരു രാജ്യത്തെ ശത്രുവായോ അവിടുത്തെ രാജ്യത്തെ ജനങ്ങളോ ഒന്നും കാണുന്നതിൽ അർത്ഥമില്ല. പറഞ്ഞു വന്നത് ദേശസ്നേഹം വേണം, ഒറ്റ വാചകമേ ഉള്ളൂ. ഈ പറഞ്ഞ തീവ്ര ദേശീയത എന്ന് പറയുന്ന ഭ്രാന്ത് എന്ത് പാടില്ല. തീവ്ര ദേശീയത, ഹൈപ്പർ നാഷണലിസം അപകടം തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ആന്റി നാഷണലിസവുമായി തീരാൻ പാടില്ല, ഒരിക്കലും ആകാൻ പാടില്ല. പക്ഷെ ആന്റി നാഷണലിസം നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഈ നാട്ടിലുള്ള ഫിലോസഫിക്ക് അപ്പുറം മറ്റു പല ഫിലോസഫികളെയും സ്നേഹിക്കുക. അതായത് അത് എന്തിനായി കമ്മ്യൂണിസത്തെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിലോസഫി ആയിക്കോട്ടെ, അതിനോട് കൂടുതൽ ആദർശം പുലർത്തുക. അത്തരം ആളുകൾ കൂടുതലായിട്ടുണ്ടാവും. അത് അപകടം ഉണ്ടാക്കും. ലോകത്തെല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഇസ്രായേലിൽ, ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ചെന്ന് 20 കൊല്ലത്തോളം അവിടെ എന്ത് ചെയ്തു? താലിബാനെതിരെ യുദ്ധം ചെയ്തു. വലിയ തോതിലുള്ള എതിർപ്പ് അമേരിക്കയിലുള്ള ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. ഇപ്പൊ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ നിരവധി യൂണിവേഴ്സിറ്റികളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അമേരിക്കയിൽ ഉണ്ട്, ബ്രിട്ടനിലുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത്തരത്തിൽ പല നിലപാടുകളും എടുക്കാൻ ആളുകൾക്ക് സൗകര്യം നമ്മൾ കൊടുക്കേണ്ടതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു അഭിപ്രായം നിങ്ങൾ പറയുന്നതിനോ ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നതിനോ കുഴപ്പമില്ല. പകരം അതൊരു സംഘടിപ്പിച്ച് ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രവർത്തനമായി മാറുന്നുണ്ടോ ഇല്ലെന്ന് നിരീക്ഷിക്കാൻ അതിശക്തമായ സംവിധാനവും ഇന്ത്യക്ക് ഉണ്ട്. അതുകൊണ്ടാണ് PFIക്കാരൻ രാത്രിക്ക് രാത്രി തൂക്കിയെടുത്തിട്ട് മറ്റേ എന്ത് ചെയ്തത്, ചാർട്ടർ ചെയ്ത് വിമാനത്തിൽ പോയി കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ പോലീസും മാധ്യമങ്ങളും ഒക്കെ പോലും വിവരം അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഗൗതം. നമുക്ക് വളരെ സുശക്തമായിട്ടുള്ള, നിങ്ങളൊന്നും അറിയാത്ത, ഇപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ച് മുതൽ നിങ്ങൾ അറിയേണ്ടത് റോ വരെയുള്ള നിരവധി ഏജൻസികൾ നമുക്കുണ്ട്. അവർക്ക് ഗംഭീരമായി ഇതെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും,
നോക്കാൻ പറ്റും, അതിനൊന്നും നമ്മൾ അറിയണ്ട. പക്ഷെ നമ്മളൊരു ഫ്രീഡം കൊടുക്കും തീർച്ചയായിട്ടും. ഇപ്പൊ PFI ഇവിടെ വർക്ക് ചെയ്തല്ലോ, ഇപ്പോഴും PFIയുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള SDPI നിരോധിച്ചിട്ടില്ലല്ലോ. പക്ഷെ നിരോധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, SDPIയുടെ മറ്റേ പഴയ അഭ്യാസങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇനി പിന്നെ നിങ്ങളൊരു കാര്യം എന്തുകൊണ്ടില്ല എന്നുള്ളതും കൂടി ചോദ്യമാണ്. എന്തുകൊണ്ടില്ല എന്ന് 2014 ശേഷമാണോ അത് ഉണ്ടായത്? അല്ലല്ല, 2010 ജോസഫ് മാഷ കൈവിട്ടിയപ്പോ തന്നെ ഇവർക്ക് തെറ്റി. എന്താണെന്നറിയാമോ, ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടി നടക്കും. ആളുകളുടെ വിചാരം എന്താണെന്നറിയാമോ, ഈ ഭയം വളർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾ എല്ലാ കാലത്തും മിണ്ടാതിരിക്കുന്നതാണ്. അങ്ങനെ ലോകത്തൊരിക്കലും മിണ്ടാതിരുന്നിട്ടില്ല ആരെങ്കിലും. പക്ഷേ ആളുകൾ പതുക്കെ പതുക്കെ ആ ഭയത്തിൽ നിന്ന് മോചിതരാവുകയും വർദ്ധിത വീര്യത്തോടുകൂടി എന്ത് ചെയ്യുകയും ചെയ്യും, സംസാരിക്കുകയും. ഇനി ഞാൻ ഗോത്രത്തിനോട് ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. യഥാർത്ഥത്തിൽ ആ ജോസഫ് മാഷ് ചെയ്തത് മുഹമ്മദ് എന്നതിന് പേര് വെച്ചു ഒരു കാര്യത്തിൽ, പരീക്ഷാ പേപ്പർ. അദ്ദേഹം വലിയ മോശപ്പെട്ട അത്തരം ലെവലിലേക്കൊന്നും പോയില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ കൈവെട്ടി. ഈ കൈവെട്ടിയവർ ഉദ്ദേശിച്ചത് എന്താ? അങ്ങനെ പോലും ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് മോശം പറയുന്നല്ലേ. ഇപ്പൊ എന്താ യൂട്യൂബിൽ കാണുന്നത്? അത് അപ്പം വാച്ച ചീത്തയല്ലേ വിളിക്കണ. എനിക്കിവിടെ പറയാൻ പോലും പറ്റില്ല. ഒരു സ്ത്രീയൊക്കെ വന്നിരുന്ന് പറയണ കേട്ടിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിംസിന്റെ ദൈവങ്ങളെ കുറിച്ച് അവർ പറയണ വാചകങ്ങളൊന്നും എനിക്ക് പോലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അത്ര മാത്രം. എത്രയോ പേര്, നൂറുകണക്കിന് ആളുകളല്ലേ ഇപ്പൊ എന്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭയം മാറി എന്ന് മാത്രമല്ല, നേരത്തെ നിങ്ങളൊരു ചെറിയ തെറ്റിനാണ് ഇത്ര വലിയ കടുത്ത ശിക്ഷ നൽകിയെങ്കിൽ അതിന്റെ 10 ഇരട്ടി വരുന്ന ലെവലിലെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് കയ്യും കാലും എടുത്തുകൊണ്ടും ഈ പറയുന്ന പോലെ വെട്ടിക്കളഞ്ഞുകൊണ്ടും ഒക്കെ ഇത് ആശയത്തെ നിങ്ങൾ അങ്ങോട്ട് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് ലോകത്തൊരിടത്തും നടന്നിട്ടില്ല. സ്റ്റാലിനും നടന്നിട്ടില്ല, ഹിറ്റ്ലറും നടന്നിട്ടില്ല, കിങ് ജോങ് ഉന്നിനും നടന്നിട്ടില്ല, ഈദി അമീനും എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. ഇപ്പൊ കിങ് ജോങ് ഉന്ന് കുറച്ചു കാലമായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഈദി അമീനെ കൊണ്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനി TP ചന്ദ്രശേഖരന്റെ മുഖത്തിട്ട് 51 വെട്ടുവെട്ടിക്കൊന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും ഇവിടെ CPM-നെതിരെ സംസാരിക്കാതിരിക്കുന്നുണ്ടോ? CPM-നെതിരെ ആളുകളെ സംഘടിപ്പിക്കാതിരിക്കുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മസിൽ പവർ വെച്ചും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ അഹങ്കാരം വെച്ചുമൊക്കെ നിങ്ങൾ ക്രൂരത കൊണ്ടുമൊക്കെ ആളുകളെ ഭയപ്പെടുത്താമെന്ന് ലോകത്തൊരിക്കലും വിചാരിക്കരുത്. ഇതെല്ലാം അതായത് ഞാൻ അവസാനമായിട്ട് അങ്ങ് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് രാജ്ഭവനിൽ സംഭവിച്ചത്. അല്ല, അത് രാജ്ഭവനിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത് വേറൊരു വിഷയമാണ്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ഗവർണർമാരെയും അവർ കാണുന്നത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി പ്രചരിപ്പിക്കാനുള്ള ടൂളുകളായി കൂടിയാണ്. സിമ്പിളാണ് ആ കാര്യം. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? നേരത്തെ ഗവർണർമാർക്ക് വലിയ അധികാരം ഉണ്ടായിരുന്നു. ഒരു ബില്ല് എന്ത് ചെയ്യായിരുന്നു, എത്ര കാലം വേണമെങ്കിലും പിടിച്ച് വെക്കായിരുന്നു. ഇപ്പൊ ഒരൊറ്റ മാസം കൊണ്ട് എന്ത് ചെയ്യണം, ഒപ്പിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ബെൻവാരലിൽ പുരോഹിതൊക്കെ സുപ്രീം കോടതിയുടെ മുമ്പിലെത്തിയപ്പോൾ രാത്രിക്ക് 10 മണിക്ക് എന്ത് ചെയ്തു, ഒപ്പിട്ടിട്ട് ഓടിക്കളഞ്ഞു. മനസ്സിലായി? അപ്പൊ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അത് ചോദ്യം ചെയ്യപ്പെടും. ഇപ്പൊ നേരത്തെ ഒരു ഗവർണർ, ഇപ്പൊ നേരത്തെ നമ്മുടെ ഗവർണർമാർ പലരും തന്നെ ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഗവർണർമാർ നിരവധി പേരുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പലരും ഉണ്ടായിട്ടുണ്ട്. ഈ ഗവർണർമാർക്കെതിരെ ഒരു അക്ഷരം പോലും എന്ത് ചെയ്തിട്ടുണ്ടായില്ല. ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊന്നും ഉരിയാടാനുണ്ടായില്ല. ഇപ്പൊ എന്താ സംഭവം? മമതാ ബാനർജിയുടെ മറ്റേ പശ്ചിമ ബംഗാളിലെ ഗവർണറാണ്, നമ്മുടെ ആളാണല്ലോ, കേരളത്തിൽ മലയാളിയാണല്ലോ. അദ്ദേഹത്തിനെതിരെ എന്ത് കേസ് ഉണ്ടായത്? മനസ്സിലായോ? കേരളത്തില് ഈ പറയുന്ന പോലെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്ത് ചെയ്തു, റോട്ടിൽ പ്രകടനം നടന്നു. അപ്പൊ നിങ്ങളുടെ സീമകൾ ലംഘിക്കുകയും നിങ്ങൾ ഓവറായി നിങ്ങളുടെ ഈ പറയുന്ന പോലെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുകയും ചെയ്താൽ യു വിൽ ഗെറ്റ് റിയാക്ഷൻ. നിങ്ങൾക്ക് അതിനോട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ്. ഇവിടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സ്വരാജിലേക്ക് ഈ ഒരു നിലപാടിലൂടെ പാർട്ടിക്ക് കിട്ടുന്ന മൈലേജ്, അതിലൂടെ സ്വരാജിന് കിട്ടുന്ന ഒരു മൈലേജ്, അതും കൂടി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ഈ? അല്ലല്ല, ഇതൊരു കാരണം നമുക്കറിയാം എന്താണ് അവര് എതിർക്കുന്ന ആ രാഷ്ട്രീയത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 മണിക്കൂർ ചർച്ചയാണെങ്കിൽ ഞാൻ ഇതിന് വിശദമായി മറുപടി പറയാം. നിങ്ങൾ അറിയേണ്ടത് RSSോ സംഘപരിവാറോ ഒന്നും തന്നെ അവർ ഷോർട്ട് ടൈം ഉള്ള ഒരു പ്ലാനോ റിസൾട്ടോ ഒന്നും അവർ എന്ത് ചെയ്യുന്നേയില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ അറിയേണ്ടത് ഈ കേരളത്തിൽ തന്നെ അവരെങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. 5%, പിന്നെ 10%, പിന്നെ 15%, ഇപ്പം എന്താണ് 19.7%. അപ്പം ഇങ്ങനെ വളരുമ്പോഴും അവർക്കൊരു മടുപ്പ് തോന്നുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ മടുപ്പ് തോന്നാത്തൊരു പ്രസ്ഥാനമാണ് RSS. കാരണം അവർക്ക് എപ്പോഴും ഉള്ളത് ലോങ് ടൈം പ്രൊജക്റ്റുകളും ലോങ് ടൈം
ഗോളുമാണ്. ഇതൊക്കെ അവരുടെ ഇടക്ക് വന്നിട്ടുള്ള താൽക്കാലികമായ കാര്യമാണ്. ഇനി ഇതുകൊണ്ട് സത്യത്തിൽ എം സ്വരാജിനോട് വോട്ട് കൂടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ കാര്യം വെച്ചാൽ അവിടെയുള്ള 44%, 45% മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കുറച്ചുകൂടി സ്നേഹവാരോട് തോന്നും. ഈ പറയുന്ന അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള മറ്റേ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങൾക്കൊക്കെ തന്നെ എന്ത് ചെയ്യും, SDPIക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമിക്കോ ഒക്കെ ഇവരോട് സ്നേഹം തോന്നും. സ്വാഭാവികമായിട്ട് ആ സ്നേഹം കൂടാനാണ് സാധ്യത. പിന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, BJP എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും RSSന്റെ ഇഷ്ടം എന്ന് പറയുന്നത് അവിടെ സ്വരാജ് ജയിക്കുന്നതും അടുത്ത തവണ പിണറായിയുടെ ജയിക്കുന്നതുമാണ്. കാരണം അങ്ങനെ ജയിച്ചാൽ ലോങ് ടൈമിലേക്കുള്ള പദ്ധതി അവർക്ക് കുറച്ചുകൂടി അടുത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതേസമയം അടുത്തവണ കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ CPM പ്രതിപക്ഷത്തിരുന്നുണ്ടെങ്കിൽ ഇവരുടെ റോള് വളരെ വളരെ പരിമിതമാണ്. അതേസമയം അടുത്തവണ CPM ആണ് ജയിക്കുന്നതെങ്കിൽ പിന്നെ കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ പ്രതിപക്ഷമായി ഒരു 3 സീറ്റ് ഉണ്ടെങ്കിൽ പോലും 5 സീറ്റ് ഉണ്ടെങ്കിൽ പോലും BJPക്ക് മാറാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ലോങ് ടൈമിലേക്ക് അവർക്ക് തീർച്ചയായിട്ടും CPMനെ ഉപദ്രവിക്കണമെന്നല്ല, കോൺഗ്രസ് ഇല്ലാതായി ഇവർ ഭരണമായിരിക്കും അവർ ആഗ്രഹിക്കും.